നീയൻ സ്വന്തം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. തിരിച്ചുള്ള യാത്രയിൽ പാറൊഴിയ മറ്റുള്ളവരെല്ലാം ഉത്സാഹത്തിലാണ്. കളി പറഞ്ഞു ചിരിച്ചു അവരെല്ലാം യാത്ര ആസ്വദിക്കുമ്പോൾ കാരണമറിയാത്തൊരു പിടച്ചിൽ ചങ്കിൽ തുളച്ചു കയറിയതുപോലെ നിശബ്ദയായിരുന്നവൾ. സുനിൽ സൽക്കരിച്ചു വിട്ടുകൊണ്ട് തന്നെ വിശപ്പില്ല. നേരെ ഡ്രസ്സ് എടുക്കാൻ പോകാനാണ് തീരുമാനം. വർത്തമാനത്തിനിടയിലും മടിയിൽ ഹരിയുടെ നെഞ്ചോട് പറ്റിച്ചേർന്നുറങ്ങുന്ന ലല്ലുമോളെ നോക്കുമ്പോഴേക്ക് പാറുവിന് നെഞ്ചിലെ കനം കൂടി. ഇടയ്ക്കിടെ അവളിൽ താളം പിടിക്കുന്ന ഹരിയുടെ കൈവിരലുകളിൽ ഒരച്ഛൻ്റെ സ്നേഹത്തിൻ്റെ മാന്ത്രികതയുണ്ടോ? ആ നെഞ്ചിലെ ചൂടിൽ സ്വയം മറന്നുറങ്ങുന്ന തൻ്റെ കുഞ്ഞിന് പതിവില്ലാത്തൊരു ശാന്തതയുണ്ടോ? കണ്ണുകൾക്കൊപ്പം പാറുവിൻ്റെ ഹൃദയം കൂടിയാണ് ഉത്തരം തേടുന്നത്. കണ്ണനും സീതയും വല്ലാതെ സന്തോഷിക്കുന്നുണ്ട്. അപ്പോഴൊക്കെയും പാറു ഹരിയുടെ മുഖത്തൊരു നീരസമാണ് തെരഞ്ഞത്. തെളിഞ്ഞ വാനം പോലെ അവൻ്റെ മുഖവും ഉള്ളിലേക്ക് തുളച്ചു കയറുന്ന അവൻ്റെ ചിരിയും പിന്നെയും അവളുടെ നെഞ്ചിടിപ്പ് കൂട്ടി. അറിയാതെ പോലും ഹരിയുടെ നോട്ടം ഇതുവരെയും തനിക്ക് നേരെ വന്നിട്ടില്ലെന്ന ഓർമ്മ ആശ്വാസത്തിനുമപ്പുറം പാറുവിന് വേവലാതിയാണ് നൽകിയത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ കാത്തിരിക്കുന്നു എന്നൊരു നിശ്ചയദാർഢ്യം അവൻ്റെ മുഖത്ത് കാണുമ്പോഴൊക്കെയും താൻ അവനോട് തെറ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ പാർവതിയിൽ ശക്തമായിരുന്നു. സൈഡ് ഗ്ലാസ്സിലേക്ക് തല ചായ്ച്ചിരിക്കുന്നവരുടെ മുഖത്തെ വേദനയിൽ പിടഞ്ഞുകൊണ്ടാണ് ഹരി ഇരിക്കുന്നതെന്ന് കണ്ണനും സീതയ്ക്കും നല്ലതുപോലെ അറിയാമായിരുന്നു. കണ്ണുകൾ അവൾക്ക് നേരെ നീളുന്നില്ല എങ്കിലും അവൻ്റെ ഹൃദയം വളരെ കാലങ്ങൾക്ക് മുന്നേ തന്നെ അവളുമായി കൊരുത്തിട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഹൃദയ ചൂടറിയാൻ ഒരു നോട്ടത്തിൻ്റെ ആവശ്യമേ വരുന്നില്ലായിരുന്നു. ചെറിയൊരു ഉലച്ചിലോടെ കാറ് നിന്നപ്പോഴാണ് പാറു ഞെട്ടിത്തിരിഞ്ഞത്. സീറ്റ് ബെൽറ്റ് ഊരി കണ്ണൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. മറു സൈഡിൽ കൂടി അജുവും സീതയും പുറത്തേക്ക് ഇറങ്ങി. ഹരി ഒറ്റക്കൈ കൊണ്ട് സീറ്റ് ബെൽറ്റ് അഴിച്ചു മാറ്റി ലല്ലുവിനെ തട്ടി വിളിക്കുന്നുണ്ട്. ഞാൻ എടുത്തോളാമെന്ന് പറയണമെന്നുണ്ടായിരുന്നു പാറുവിന്. ഒരക്ഷരം പോലും അവനോട് മിണ്ടാനാവാതെ നാവിനാരോ വിലങ്ങണിയിച്ചതുപോലെ. ഒരേ സമയം അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. ഇതിനോടകം തന്നെ ഹരി ലല്ലുവിനെ തട്ടിയുണർത്തി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഉണർന്നുവെങ്കിലും ഹരിയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തോളിൽ ചാഞ്ഞ് കിടപ്പുണ്ട് ലല്ലു. പാറുവിന് കുറ്റബോധം കൊണ്ട് നെഞ്ച് നീറി. ഡോറ് തുറന്നിറങ്ങാതെ അവൾ കാറിനകത്ത് തന്നെ ഇരുന്നു. കരിമ്പ് ജ്യൂസ് കുടിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. കാറ് നിർത്തിയതിൻ്റെ കുറച്ച് മാറി ചെറിയൊരു ഷീറ്റ് വലിച്ചു കെട്ടിയ കട. കരിമ്പ് ചതക്കുന്നതിൻ്റെ ചെവി പൊട്ടുന്ന ശബ്ദത്തിനൊപ്പം ഉറക്കെ സംസാരിക്കുന്ന കടക്കാരനോട് കണ്ണൻ എന്തൊക്കെയോ പറയുന്നു. കുറച്ച് മാറിയിരിക്കാനായിട്ടിരുന്ന കമീൻ തടിയിൽ സീതയുടെ അരികിലായി അവൻ ഇരിക്കുന്നതുമെല്ലാം പാറു കാണുന്നുണ്ട്. കുറച്ചു മാറി ഫോണിലേക്ക് നോക്കി അജുവും ഇരിപ്പുണ്ട്. അവളുടെ കണ്ണുകൾ വീണ്ടും ഹരിയിലുടക്കി നിന്നു. കടക്കാരൻ്റെ അടുത്ത് നീട്ടിയ കുപ്പിവെള്ളം വാങ്ങിക്കുകയാണ് അവൻ. ലല്ലുമോളെ താഴെ നിർത്തുന്നതും കുപ്പി തുറന്നിട്ട് അവളുടെ കയ്യിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ലല്ലു മുഖം കഴുകുന്നു. അതിനുശേഷം ആ കുപ്പിയിലെ വെള്ളം ലല്ലുവിനെ അവൻ കുടിപ്പിക്കുന്നതുമെല്ലാം പാർവതി പിടച്ചിലോടെ കണ്ടിരുന്നു. കണ്ണൻ്റെ അരികിലേക്ക് ലല്ലുമോളെ കയറ്റിയിരുത്തി കൊടുത്തുകൊണ്ട് പോക്കറ്റിൽ നിന്നും ടവലെടുത്തിട്ട് കുഞ്ഞിൻ്റെ മുഖം തുടച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങോട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലണമെന്നും അവർക്കൊപ്പം ചേരണമെന്നും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുവെങ്കിലും തനിക്കതിനുള്ള ധൈര്യമില്ലെന്ന് പാറു വേദനയോടെ മനസ്സിലാക്കി. അങ്ങനെ ആയിപ്പോയതിൽ അന്നാദ്യമായി അവൾക്ക് ഈ ലോകത്തോട് മുഴുവൻ വെറുപ്പ് തോന്നി. തനിക്ക് കുറച്ചുകൂടി ധൈര്യവും മനസ്സുറപ്പും തരാമായിരുന്നു എന്നവൾ ദൈവത്തിനോട് പരിഭവം പറഞ്ഞു. കടക്കാരൻ എടുത്തു നീട്ടിയ ജ്യൂസ് ഹരിയാണ് അവർക്കെല്ലാം എടുത്തു കൊടുത്ത്. അവർ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. താൻ എന്നൊരാളെ അവരെല്ലാം മറന്നുപോയോ എന്നൊരു പരിഭവം അവളുടെ കണ്ണു നനച്ച ആ നിമിഷം തന്നെയാണ് കയ്യിലൊരു ജ്യൂസ് ഗ്ലാസുമായി ഹരി അവൾക്ക് നേരെ നടന്നു വന്നത്. ആര് മറന്നാലും നിന്നെ ഞാൻ മറക്കോ പാറു എന്നൊരു ചോദ്യം അവൻ്റെ കണ്ണുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ പരിഹസിച്ചിരിക്കുന്ന പോലെ പാർവതിക്ക് തോന്നി. കുടിക്ക്. ഉള്ളു നിറഞ്ഞ ചിരിയോടെ തനിക്ക് മുന്നിലേക്ക് ഗ്ലാസ് നീട്ടിയവനെ അവളൊരു നിമിഷം നോക്കിയിരുന്നു. വാങ്ങിക്കു പാറു. തന്നെ നോക്കിയിരിക്കുന്നവളോട് ഹരി ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു. വിറക്കുന്ന കൈയോടെ പാർവതി സ്വീകരിച്ചു. വേറെന്തെങ്കിലും വേണോ? ഉപ്പിലിട്ട വല്ലതും? കുനിഞ്ഞു നിന്നുകൊണ്ട് ഭാമാറ്റങ്ങളൊന്നുമില്ലാതെ ഹരി ചോദിച്ചു. വേണ്ടെന്ന് പാറു പെട്ടെന്ന് തലയാട്ടി കാണിച്ചു. എങ്കിൽ കുടിച്ചിട്ട് ഗ്ലാസ് ഹരി ആവശ്യപ്പെട്ടു. കുടിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നുള്ള ഗ്ലാസ് നീ കുടിച്ചില്ലല്ലോ. ഒട്ടൊരു പതർച്ചയോടെ ചോദിക്കുന്ന പാറുവിനെ നോക്കിയിട്ട് തലയാട്ടിക്കൊണ്ട് ഹരി തിരിഞ്ഞടന്നു. അവർക്കെല്ലാം എടുത്തു കൊടുത്തിട്ടും അവൻ കുടിച്ചില്ലെന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു. വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയ ഹരിയുടെ കണ്ണുകളുമായി കൊരുത്ത നിമിഷം പാറു പിടഞ്ഞുകൊണ്ട് മുഖം കുനിച്ചു. ഒരു കുഞ്ഞു സന്തോഷം ശലഭം പോലെ അവൾക്കുള്ളിൽ നിന്നും ചിറകടിച്ച് പറന്നുയർന്നിരുന്നു. അവൻ്റെ ഈ അവസ്ഥ അതുതന്നെയായിരുന്നു ആ നിമിഷം. അത്യാവശ്യം വലിയൊരു ഷോപ്പിന് മുമ്പിലാണ് ഹരി കാറ് നിർത്തിയത്. ഇപ്രാവശ്യം അവനായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ.
അജുവിനെ ഹരിക്കൊപ്പം ഇരുത്തി കണ്ണൻ മനഃപൂർവ്വം ബാക്കിൽ സീതയുടെ അരികിലേക്ക് കയറിയിരുന്നു. ഹരിക്ക് കാര്യം മനസ്സിലായിരുന്നു. അവനെ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചെങ്കിലും കണ്ണനൊന്നും ഗൗനിച്ചതേയില്ല. സീതക്കും അതൊരു വീർപ്പുമുട്ടലായി തോന്നിയിരുന്നുവെങ്കിലും കണ്ണൻ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിലുണ്ടായിരുന്നുകൊണ്ട് ഉള്ളിൽ ഒതുക്കി പിടിച്ചിരുന്നു. പാറുവിന് ഹരിയോട് ഇഷ്ടമുണ്ട്. അതവളുടെ ഓരോ നോട്ടത്തിൽ അറിയാനാവും. ആ ഇഷ്ടം കൊണ്ടാണ് അവനെ അവൾ ജീവിതത്തിലേക്ക് പോലും വലിച്ചു ചേർക്കാത്തത്. താൻ കാരണം അവൻ കൂടി അപമാനിക്കപ്പെടരുത് എന്നുള്ളതാണ് അവളുടെ സ്നേഹത്തിൻ്റെ ആഴം. ആ ഇഷ്ടം പുറത്തിയാടിക്കുന്നതാ ഇനി എൻ്റെ വാശി. എനിക്കെൻ്റെ ചെക്കൻ്റെ സങ്കടം സഹിക്കാൻ വയ്യടി. ഞാൻ എന്തും ചെയ്യിച്ചു. കാരണം അവൻ്റെ സ്നേഹം ഉപാധികളില്ലാതെയാണ്. കണ്ണൻ്റെ വാക്കുകളിൽ ഹരിയോടുള്ള അവൻ്റെ സ്നേഹം മുഴുവനും ഉണ്ടായിരുന്നു. ഇറങ്ങടാ. വണ്ടി നിർത്തിയിട്ട് സീതയെ നോക്കിയിരിക്കുന്ന കണ്ണനോട് ഹരി പറഞ്ഞു. നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടാ മോഞ്ഞേ ഹരി. സ്നേഹിക്കാൻ മാത്രം പോരാ, സ്നേഹിക്കപ്പെടാനൊരു യോഗവും ഭാഗ്യവും വേണം. നിനക്കതില്ലടാ. അങ്ങേയറ്റം പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് കണ്ണൻ ഇറങ്ങിയതും ആ വാക്കുകൾ കൊണ്ട് പിടഞ്ഞത് പാറുവാണ്. എന്തു പറയണമെന്നറിയാതെ ഹരിയും പകച്ചുപോയി ആ നിമിഷം. എന്നെ വലിച്ചിറക്കി നീ അവിടെ ഇരുന്ന് സ്വപ്നം കാണുന്നോടാ, ഇങ്ങോട്ട് ഇറങ്ങി വാ ഹരി. പുറത്തുനിന്ന് കണ്ണൻ വിളിച്ചു പറഞ്ഞു. ഒരു നെടുവീർപ്പോടെ ഹരി പുറത്തേക്ക് ഇറങ്ങി. പാറിയിരുന്ന സൈഡിലെ ഡോർ തുറന്നു കൊടുത്തുകൊണ്ടാണ് അവൻ കണ്ണൻ്റെ അരിയിലേക്ക് നടന്നത്. ലല്ലു അവനെ കണ്ടയുടനെ അജുവിന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടുകൊണ്ട് അവന്റെ കയ്യിൽ തൂങ്ങി. പാറു ഇറങ്ങി വന്നോടെ അവരൊരുമിച്ചാണ് അകത്തേക്ക് കയറിയത്. വിശാലമായ ആ ഷോപ്പിന്റെ അകത്ത് അവരെയും കാത്തുന്ന പോലെ കൈമൾ മാഷും വരതയുമുണ്ട്. അടുത്ത് തന്നെ ഭദ്രയും കുഞ്ഞിയും. കണ്ണൻ സ്റ്റക്കായതുപോലെ നിന്നുപോയി അവരെ കണ്ടപ്പോൾ. അജുവിന്റെയും പാറുവിന്റെയും സീതയുടെ അവസ്ഥ അതുപോലെ തന്നെയാണ്. ഹരിപക്ഷെ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി. ഇവരെന്താടാ ഇവിടെ? കണ്ണൻ നെറ്റി വിളിച്ചുകൊണ്ട് ഹരിയെ നോക്കി. അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്? ഞാൻ നിനക്ക് സ്വന്തമാകുമ്പോൾ എൻ്റെ കുടുംബം കൂടി നിനക്ക് സ്വന്തമല്ലേ കണ്ണ? പപ്പയും അമ്മയില്ലാത്ത സങ്കടം നീ പറഞ്ഞു കേട്ടപ്പോൾ പിടഞ്ഞ ഞാനും കൂടിയാ. എനിക്കിപ്പോൾ അച്ഛനും അമ്മയും ഉണ്ട്. പോരാത്തതിന് ബോണസായിട്ടൊരു പെങ്ങളെയും അവൾക്കൊരു കുഞ്ഞിനെയും കൂടി ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. 2 ആളുകൾ കൂടി വരാനുണ്ട്. അവരിച്ചിരി ലേറ്റാവും. ആരുമില്ലെന്ന് നീ സങ്കടം പറയത്. എനിക്ക് അത്രയേ വേണ്ടു. മുന്നിൽ നിന്ന് പറയുന്ന ഹരിയെ നോക്കി കണ്ണൻ അനങ്ങാതെ നിന്നുപോയി. കണ്ണൊക്കെ നിറച്ച് വെറുതെ സെന്റിയ അടിച്ചതിന്റെ പള്ളിയാൻ കുഴിക്കും. അല്ല പിന്നെ മനുഷ്യനിവിടെ കഷ്ടപ്പെട്ട് ഓരോന്ന് സംഘടിപ്പിക്കുമ്പോൾ സന്തോഷിക്കുന്നതിന് പോലെ അവനിന്ന് കരയുന്നോ? അയ്യേ മോശം. ഹരി കണ്ണനെ ചേർത്ത് പിടിച്ചു. സന്തോഷം കൊണ്ടാണ് ആ കണ്ണുകൾ നിറഞ്ഞെന്ന് അവനും അറിയാമായിരുന്നു. എന്താ നിങ്ങളുടെ തീരുമാനം? ആദ്യം അതിനെക്കുറിച്ച് പറ. നാരായണി മുത്തശ്ശി കടുപ്പത്തിലാണ്. ആ മുന്നിൽ ഒറ്റൊന്നിനും തലയുയർത്തി നിൽക്കാനാവുന്നില്ല. എന്താ നിങ്ങളുടെ തീരുമാനം? ആദ്യം അതിനെക്കുറിച്ച് പറ. വിദ്വേഷവും ആർത്തിയും മനസ്സിൽ കൊണ്ടു നടന്നിട്ട് ഒടുവിൽ എന്ത് നേടി പ്രതാപാ നീ? നീ അല്ലായിരുന്നോ മൂത്തവൻ? നീ അല്ലായിരുന്നോ ഇവരെ തിരുത്തി കൊടുക്കേണ്ടവൻ? അവരുടെ ചോദ്യത്തിനു മുമ്പിൽ പ്രതാപവർമ്മയുടെ തല പാതാളത്തോളം താഴ്ന്നു. അപമാനഭാരവും ദുഃഖഭാരവും ആ നിമിഷം അയാൾക്ക് സഹിക്കാവുന്നതിലും അധികമായിരുന്നു. മറ്റുള്ളവരുടെ അവസ്ഥ ഏറെക്കുറെ അങ്ങനെ തന്നെ. നേരിടാൻ പോകുന്ന ചോദ്യങ്ങൾ അഗ്നിയെപ്പോലെ കരുത്തുറ്റതാണ്. സ്വയം ആളുന്നതിനൊപ്പം ആ കൂടെ ചേരുന്നതിനുള്ള അരിയിച്ച് കളയുന്ന കരുത്ത്. സ്വത്തും പണവും മോഹിച്ചുകൊണ്ടായിരുന്നില്ല എൻ്റെ കുട്ടി ഇങ്ങോട്ട് വന്നിറങ്ങിയ അന്ന് മുതൽ അവൻ എങ്ങനെ നിങ്ങൾക്ക് ശത്രുവായെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അവനെ നശിപ്പിക്കാൻ ശ്രമിച്ച് ഒടുവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ തന്നെ കുരുതി കൊടുക്കേണ്ടി വന്നില്ലേ? പ്രതാപവർമ്മയുടെ കണ്ണുകളിൽ വേദനകൾ ചുവന്ന് കലങ്ങി കിടന്നു. നിങ്ങൾ നേർവഴിക്ക് നടന്നാലല്ലേ രവി നിങ്ങളുടെ മക്കൾ തെറ്റിയുന്ന തിരുത്തി കൊടുക്കാനാവും. ഇവിടെ തെറ്റ് തിരുത്തി കൊടുത്തില്ലെന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹന നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. എന്നിട്ട് ഒടുവിൽ അതുങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിച്ചില്ലേ? രവിവർമ്മയ്ക്കും ശബ്ദമില്ല. എന്തേ നിങ്ങളിൽ ആർക്കും ഇപ്പം എന്നോടൊന്നും പറയാനില്ലേ? 100 നാവ് കൊണ്ട് അടിച്ചൊതുക്കാൻ മിടുക്കന്മാരും മെഡിക്കുകളാണല്ലോ നിങ്ങൾ. മുത്തശ്ശി വീണ്ടും ചോദിച്ചു. സാവിത്രിയും ഭാമയുമെല്ലാം ഭൂമിയോളം താഴ്ന്ന സ്ഥിതിയിലാണ്. രാജിക്ക് ശ്വാസം പോലും ഉണ്ടോ എന്നായിരുന്നു സംശയം. കാർത്തിക് ചെയ്ത കുറ്റം മുഴുവനും രാജിയുടെ പിടിപ്പേടായിട്ടാണ് അവൻ്റെ അച്ഛനും അച്ഛൻ്റെ കുടുംബവും മൊത്തം എഴുതി ചേർത്തിരിക്കുന്നത്. ഉടവാളെടുത്തിട്ടും പടവെട്ടിയിട്ടും രാജിക്ക് അവരുടെ മനോഭാവത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കാനോ അവരെ തോൽപ്പിക്കാനോ ആയിട്ടില്ല. അതിൻ്റെ ഒരു സങ്കടം ഒറ്റപ്പെട്ടു പോയതിൻ്റെ വേവലാതിയും രാജിയിലുമുണ്ട് ആവോളം. ഒരാളെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിക്കും മുന്നേ ഓർക്കണം അതേ അവസ്ഥ നമുക്ക് വന്നാലെങ്ങനെ ഉണ്ടാവൂ എന്ന്. എങ്കിൽ പ്രതികരണം വല്ലാണ്ട് കട്ടികൂടി പോവില്ല. യാതൊരു തെറ്റും ചെയ്യാത്തൊരു ചെക്കനെയും പെണ്ണിനെയും നിങ്ങളിട്ട് ഉപദ്രവിക്കുന്നത് നോക്കി നിൽക്കാൻ ദൈവത്തിന് പോലും ആയില്ലെന്നതിൻ്റെ തെളിവാ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനിയെങ്കിലും അതൊന്നും മനസ്സിലാക്ക്. കാർക്കശ്യമുള്ള സ്വരം, മുറുകിയ മുഖം. എന്നിട്ടും പ്രതാപിന് രവിക്കും ആ മടി ഉള്ളിലെ പിടച്ചിലൊന്ന് ഒതുക്കി വെക്കാൻ വല്ലാത്ത ആഗ്രഹം തോന്നി.
പക്ഷെ അമ്മയായിരുന്നിട്ട് കൂടി അത് പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. പറയാതെ ചെയ്യാനുള്ള അവകാശവുമില്ല. കാരണം സ്വയം ഭരണം ഏറ്റെടുത്തുകൊണ്ട് ശ്രീനിലയത്തിലെ ഉമ്മറത്തെ കാരണവർ കളിച്ചപ്പോൾ അമ്മയെ അകത്ത് മുറിയിലെവിടെയോ തള്ളിയതായിരുന്നു. വല്ലപ്പോഴും മാത്രം അങ്ങോട്ട് പോയെന്ന് മുഖം കാണിക്കുന്നത് സാവിത്രിയും പാമയും വല്ലതും പറഞ്ഞിട്ട് എരികയറ്റി തരുമ്പോൾ അമ്മയ്ക്ക് നേരെ ഉറഞ്ഞുതുള്ളാൻ മാത്രമായിരുന്നു. ഒരേ കൂരയ്ക്ക് കീഴിൽ പരസ്പരം തമ്മിൽ കാണാതെ. ഇപ്പോൾ ഓർക്കുമ്പോൾ ശ്വാസം മുട്ടുന്നുവെങ്കിലും ആ ചെയ്ത തങ്ങളാണെന്നുള്ള ഓർമ്മ അവരിൽ കുറ്റബോധം നിറച്ചു. നമ്മൾ ഓർക്കാൻ മടിക്കുന്നതും മറക്കുന്നതെല്ലാം നല്ല വെടിപ്പായിട്ട് മുന്നിൽ നിരത്തി കാണിക്കാനായിരിക്കും ദൈവം ചിലപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ തരുന്ന്. ഇങ്ങ് വന്നേ രണ്ടാളും. മക്കളുടെ മനസ്സറിഞ്ഞതുപോലെ മുത്തശ്ശി പ്രതാപിന് രവിക്ക് നേരെ കൈനീട്ടി. ആ വിളികാത്തെന്ന പോലെ രണ്ടാളും ധൃതിയിൽ അരികിൽ പോയിരുന്നു. മാറിപ്പോയത് മുഴുവൻ നിങ്ങളാ മക്കളെ, അമ്മയല്ല. വാത്സല്യത്തോടെ ആ കൈകൾ അവരെ തലോടി. നീ എന്താ സുധി മാറി നിൽക്കുന്നു? വാ ഇവിടെ വന്നിരിക്കേ. മനപ്രയാസത്തോടെ ഒരരികിൽ മാറി നിൽക്കുന്ന സുധിയും ഭാര്യയും. എത്രയൊക്കെ സങ്കടമില്ലെന്ന് ഭാവിച്ചാലും മകനെ ഓർത്ത് നീറുന്ന ഒരച്ഛൻ്റെ വേദന മുഴുവനും അയാളുടെ കണ്ണിലുണ്ടായിരുന്നു. പൊതുവെ ഏട്ടന്മാരിൽ നിന്നും മാറി നടക്കുന്ന സുധി അന്നും അതേ പതിവ് തന്നെയായിരുന്നു. തെറ്റ് ചെയ്യുന്നവരെ മാത്രമല്ലടാ മോനെ, പലപ്പോഴും ഒരുപാട് ഇഷ്ടമുള്ളവരെ കൂടിയും ദൈവം പരീക്ഷിക്കും. നീ വിഷമിക്കല്ലേ, നിന്റെ സങ്കടം ന്യായമുള്ളതാ കുഞ്ഞ്. ദൈവം ഒരു വഴി പറഞ്ഞുതരും. കുമ്പിട്ടുകൊണ്ടിരിക്കുന്ന അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരുറ്റി വീണുകൊണ്ടേയിരുന്നു. രവി എഴുന്നേറ്റ് സുധിയെ നാരായണിയമ്മയുടെ അരികിലേക്ക് നീക്കിയിരുത്തി കൊടുത്തു. എന്നോ മറന്നുപോയൊരു ഏട്ടന്റെ വാത്സല്യത്തോടെ സുധി വിതുമ്പിക്കൊണ്ട് അയാളെ നോക്കി. പ്രതാപം കൂടി ചേർത്ത് പിടിച്ചോടെ അയാളുടെ നിയന്ത്രണം വിട്ടു പോയിരുന്നു. അമ്മക്കിളിയെപ്പോലെ തന്നിൽ ഒതുങ്ങില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും തന്നേക്കാൾ വളർന്നുപോയ ആ മക്കളെ 3 പേരെയും നെഞ്ചിൽ ഒതുക്കി പിടിച്ചിരുന്നു. മുഖം കൊണ്ട് രാജിയെ കൂടി ക്ഷണിച്ചു. കൈകൊണ്ട് മുഖം പൊതിഞ്ഞു പിടിച്ച് നിലത്തേക്ക് ഊന്നിറങ്ങി കരയുന്ന രാജിയുടെ ഉള്ളിൽ ശ്രീനിലയത്തിലുള്ളവരെ കൂട്ടുപിടിച്ചിട്ട് ആ അമ്മയെ വേദനിപ്പിക്കാൻ താൻ ഉപയോഗിച്ച വാക്കുകളും അതിൻ്റെ മൂർച്ചയുമായിരുന്നു. ഒരമ്മയുടെ വാത്സല്യം വീണ്ടും നുകർന്നുകൊണ്ടിരുന്ന ആ നിമിഷം തങ്ങൾ നൽകിയ അവഗണനയിലും ദ്രോഹത്തിലും കണ്ണൻ എത്ര പിടഞ്ഞു പോയിരുന്നുവെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. നെഞ്ചു നീറി കുറ്റബോധം കൊണ്ട് ഉരുകി ഒലിച്ച് അവരിരുന്നു. അവൻ്റെ കല്യാണ കണ്ണൻ്റെ. നാരായണിയമ്മയുടെ വാക്കുകൾ ഇടറി. ആരുമില്ല അതിന്, സ്വന്തം എന്ന് പറയാൻ ആരുമില്ല എൻ്റെ കുട്ടിക്ക്. വിതുമ്പി തുടങ്ങിയ അമ്മയെ കാണെ അവർക്കുള്ളിൽ നന്മ മാത്രം നിറയുന്ന പെങ്ങളെ ജീവനെ പോലെ സ്നേഹിച്ചുകൊണ്ട് നടന്നിരുന്ന 3 ആങ്ങളമാർ സടകുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു വന്നിരുന്നു. ആ ആങ്ങളമാർക്ക് മാമന്മാരുടെ സ്നേഹം പറ്റാത്ത മനസ്സുകൂടി കൈവന്നിരുന്നു. ഇനി അവൻ ഒറ്റയ്ക്കല്ലെന്ന് കാലമയുടെയോ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഡ്രസ്സ് എടുക്കുന്നതിനിടയിലും അവരെല്ലാം ടീമാണ്. ആദ്യം സീതും കൂടി വന്നോടെ സംഭവം കുറെ കൂടി കളറായി. കളിയും ചിരിയുമായി ഓരോ സെക്കൻഡും ആസ്വദിക്കുന്നവർക്കിടയിൽ കാർമേഘം ഇരുണ്ടുകൂടിയതുപോലൊരു മനസ്സുമായി പാറു മാത്രം തനിച്ചായി പോയി. അവളെ ആരും പ്രത്യക്ഷത്തിൽ അകറ്റി നിർത്തുന്നില്ലെങ്കിൽ കൂടിയും അത്രയും ആൾക്കൂട്ടത്തിന് നടുവിൽ അവൾ ഒറ്റപ്പെട്ടൊരു തുരുത്തിലായി. ഹരിയും അവർക്കൊപ്പം ഹാപ്പിയാണ്, താൻ മാത്രം ഇങ്ങനെ. ലല്ലുമോൾ കുഞ്ഞുമായി കൂട്ടായതുകൊണ്ട് തന്നെ രണ്ടും കൂടി അവിടെയുള്ള എല്ലാവരോടും കൊഞ്ചിയും കളി പറഞ്ഞും നടക്കുന്നുണ്ട്. ലല്ലുവിനും കുഞ്ഞിക്കും ഒരുപോലുള്ള ഉടുപ്പ് സെറ്റ് ചെയ്ത് കൊടുത്ത ആദ്യം സിദ്ധുവും കൂടിയാണ്. അവന്മാരുടെ തോളിലാണ് രണ്ടും കൂടി. ജീവിതത്തിൽ ഒരിക്കലും തന്നെ മോളുടെ മുഖത്തിങ്ങനെ സന്തോഷം കണ്ടിട്ടേയില്ലെന്ന് പാറു കുറ്റബോധത്തോടെ ഓർത്തു. ഈ സന്തോഷത്തിലേക്ക് ചേരാനാണ്, ജീവിതം മുഴുവൻ ഈ ചിരി കാത്തുവെക്കാനാണ് ഒരുവൻ ഹൃദയം കൊണ്ട് വിളിക്കുന്നത്. ആ ഓർമ്മയിൽ വീണ്ടും അവൾ പിടഞ്ഞു. ഹരിയുടെ ആവശ്യപ്രകാരം നിരഞ്ജനെ കൂടി അഞ്ജു വിളിച്ചിരുന്നു. അവൻ ബസ് സ്റ്റോപ്പിലേക്ക് അവളെ കൂട്ടാൻ പോയതാണ്. സീതയും കണ്ണനും സന്തോഷത്തിൻ്റെ കൊടുമുടിയിലാണ് എന്നത് അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം. പാറുവിനെല്ലാം കൂടി ശ്വാസം മുട്ടുന്നത് പോലൊരു ഫീലായിരുന്നു. എവിടെയെങ്കിലും ഒറ്റയ്ക്കിരുന്ന് കരയാൻ അവൾക്കുള്ള അത്രമാത്രം കൊതിച്ചു പോയിരുന്നു. ഒരരികെ ചേർത്തിട്ട സോഫയിൽ കൈകൊണ്ട് തലതാങ്ങി അവൾ ഇരുന്നു പോയി. താൻ കാരണം അവരുടെ സന്തോഷം കൂടി പോകുന്നുണ്ടോ എന്നൊരു പേടി കൊണ്ടാണ് ഉള്ളിൽ സങ്കടക്കടൽ ആർത്തിരമ്പിയിട്ടും പിടിച്ചു നിൽക്കുന്നത്. തൊട്ടരികിൽ ആരുടെയോ സാന്നിധ്യം പറഞ്ഞുകൊണ്ടായിരുന്നു പാറു തിരിഞ്ഞു നോക്കിയത്. അവളെ നോക്കിക്കൊണ്ട് ഹരി ഇരിക്കുന്നു. എന്തുപറ്റി, മുഷിഞ്ഞോ? നേർത്തൊരു ചിരിയോടെയുള്ള ചോദ്യം. പാറുവിൻ്റെ കണ്ണു നിറഞ്ഞതും ഒരു കരച്ചിൽ കൊണ്ട് അവൾ ഉലഞ്ഞു പോയതും എത്ര പെട്ടെന്നാണ്. അവൾക്കരികിൽ വന്നിരുന്ന ഹരി പകച്ചുപോയി. പാറു എന്തേ? ആഗ്ലതയോടെ ഹരി വീണ്ടും ചോദിച്ചു. നീ എന്തിനാ ഹരി എന്നെ ഇങ്ങനെ? കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞ് പാതിയിൽ നിർത്തി. പൊള്ളിയതുപോലെ ഹരി പിടഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു. സോറി പാറു, തനിക്കൊരു ശല്യാവാൻ വേണ്ടിയിട്ടല്ല, സത്യമായിട്ടും ഒറ്റയ്ക്കിരിക്കുന്ന കണ്ടപ്പോൾ അത് ചോദിക്കാൻ. ക്ഷമിക്കടി,
നിനക്കത് ബുദ്ധിമുട്ടായെങ്കിൽ സോറി. ഹരിയുടെ കലങ്ങിച്ചു വന്ന കണ്ണുകൾ, വിളറിയ മുഖം. പാറു വേദനയോടെ വിലങ്ങനെ തലയാട്ടി. അവൾ അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ഞാൻ ഒറ്റക്കായി പോയി ഹരി. കരഞ്ഞുകൊണ്ടവൾ അവൻ്റെ കയ്യിൽ പിടിമുറുക്കി. ഞാനുള്ളപ്പോഴോ? ആർദ്രമായ അവൻ്റെ ചോദ്യം. അവർക്കാർക്കും നിന്നോടൊരു ദേഷ്യമില്ല പാറു. ഇതിരി പരിഭവമുള്ളത് എന്നോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാ. നീ അത് കാര്യാക്കണ്ട. ഹരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് സഹിക്കാൻ വയ്യ ഹരി. ഉള്ളിലഞ്ഞ അവളുടെ സ്വരം. ഹരിയാണ് വേദനിച്ചത്. എന്തിനാ ഹരി, എന്തിനാ നീ എന്നെ ഇത്രയും സ്നേഹിച്ചത്? നിന്നെ സ്നേഹിക്കാതിരിക്കാൻ ഒരു കാരണം പോലും എനിക്ക് മുന്നിലില്ലാത്ത വിധം സ്നേഹം കൊണ്ട് നീ എന്നെ വരിഞ്ഞ മുറുക്കി കളഞ്ഞില്ലേ? എനിക്കിത് സഹിക്കാൻ വയ്യ ഹരി. പാറുവിന്റെ കൈകൾ അവന്റെ ഷർട്ടിൽ മുറുകി. കരഞ്ഞുകൊണ്ട് ഉറക്കെയാണ് അവൾ പറയുന്നത്. ചുറ്റുമുള്ള ശബ്ദങ്ങളെല്ലാം പെട്ടെന്ന് നിലച്ചു പോയിരുന്നു. സ്തംഭിച്ചു പോയവൻ കാറ്റ് പിടിച്ചതുപോലെ നിന്നാടി, ഹൃദയം നിലച്ചതുപോലെ. അവളിപ്പോൾ പറഞ്ഞ വാക്കുകൾ കേട്ട് അവരെ തന്നെ നോക്കി ശ്വാസം പിടിച്ചു നിൽക്കുന്നവരെയോ അവരുടെ കണ്ണിലെ ഭാവത്തെയോ അവൻ കണ്ടില്ല. കൺമുമ്പിൽ പാറു മാത്രം. ഹൃദയം മുഴുവൻ അവൾ പറഞ്ഞു തീർത്ത വാക്കുകൾ. കാതിൽ അമൃത് പോലെ. നിന്നിൽ നിന്ന് ഓടി ഒളിക്കാൻ എനിക്ക് കഴിയില്ല ഹരി. എനിക്ക് നിന്നെ വേണം, നിന്റെ സ്നേഹം വേണം. ഇനി എനിക്കത് കണ്ടില്ലെന്ന് നടിക്കാൻ വയ്യട. ഞാൻ മരിച്ചു പോകും ഹരി. ഞാനിപ്പോ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഹരി. സ്നേഹം കൊണ്ട് നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞില്ലേ? അപ്പൊ സന്തോഷമായില്ല ഗൈസ്. പാറു ഹരിക്ക് മുമ്പിൽ കീഴടങ്ങിയിരിക്കുകയാണ്. ഹരിക്ക് മുമ്പിലല്ല, ഹരിയുടെ സ്നേഹത്തിന് മുമ്പിൽ. എനിവേ, തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. സ്റ്റേ ട്യൂൺ ഫോർ സർപ്പഗന്ധി.